ഓം നമോ ഭഗവതേ വാസുദേവായ. ഹരേ കൃഷ്ണ. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ഭാഗവത കഥയിലെ 6ാമത്തെ ഒരു കഥയാണ് പറയാൻ പോകുന്നത്. അശ്വത്ഥാമാവിൻ്റെ പ്രതികാരം. നാരദമുനി പോയി കഴിഞ്ഞപ്പോൾ സർവജ്ഞനായ വ്യാസൻ അവിടെ നിന്നും നദീതീരത്തേക്ക് നടന്നു. സരസ്വതി നദിയുടെ പടിഞ്ഞാറേ കരയിലാണ് ശ്യാമപ്രാസം എന്ന ആശ്രമം. ഏകാന്തത തളം കെട്ടി നിൽക്കുന്ന ആ പുണ്യാശ്രമത്തിലേക്ക് വ്യാസൻ കടന്നു ചെന്നു. ലന്തമരങ്ങൾ ഭഗവാനെ സ്വാഗതം ചെയ്തു. ബ്രഹ്മധ്യാനത്തിനു പറ്റിയ സ്ഥലം. പ്രഭാതകൃത്യങ്ങൾക്കു ശേഷം കുളിച്ച് മനസ്സിനെ ഏകാഗ്രമാക്കി ധ്യാനനിരതനായി ഇരുന്നു. ഭക്തിയുടെ പ്രഭാപൂരം മനസ്സിൽ തെളിഞ്ഞപ്പോൾ ഭഗവാനും മായയും മനസ്സിലെ കണ്ണാടിയിൽ വിളങ്ങി. യഥാർത്ഥ ഭക്തിയുണ്ടായാൽ സർവ്വ അനർത്ഥങ്ങളും ഇല്ലാതാകുമെന്ന് തിരിച്ചറിഞ്ഞു. ഭാഗവത ഗ്രന്ഥം നിർമ്മിച്ചു. പുത്രനായ ശുകനെ പഠിപ്പിച്ചു. മഹാഭാരത യുദ്ധത്തിൽ പാണ്ഡവപക്ഷത്തിനും കൗരവപക്ഷത്തിനും ധാരാളം നാശനഷ്ടങ്ങൾ സംഭവിച്ചു. വളരെയേറെ വീരന്മാർ വീരസ്വർഗം പൂകി. ദുര്യോധനൻ ഭീമസേനന്റെ ഗദ കൊണ്ടുള്ള പ്രഹരമേറ്റ് നിലംപതിച്ചു. തുട തകർന്ന് പ്രാണവേദനയോടെ മരണശയ്യയിൽ കിടക്കുന്ന കൗരവരാജനെ കണ്ടപ്പോൾ അശ്വത്ഥാമാവിന്റെ പ്രതികാരാഗ്നി ആളിക്കത്തി. കരവാളും കയ്യിലേന്തി ദ്രോണപുത്രൻ പാണ്ഡവ കുടീരങ്ങളിലേക്ക് കുതിച്ചു. അവിടെ ഒരിടത്ത് പാഞ്ചാലിയുടെ 5 പുത്രന്മാർ ഉറക്കത്തിലായിരുന്നു. അശ്വത്ഥമാവ് തൻ്റെ സ്വാമിക്ക് സന്തോഷമാകുമെന്നു കരുതി പാഞ്ചാലി പുത്രന്മാരുടെ തലയറുത്ത് ദുര്യോധനന്റെ മുൻപിൽ കൊണ്ടുവന്ന് സമർപ്പിച്ചു. ശത്രുപാളയത്തിൽ ആരും ഇനി അവശേഷിക്കുന്നില്ലെന്നും സർവരുടെയും ജീവൻ അപഹരിക്കപ്പെട്ടു കഴിഞ്ഞെന്നും അറിയിച്ചു. പക്ഷേ അന്ത്യശ്വാസം വലിച്ചു കിടക്കുന്ന ദുര്യോധനന് ദ്രോണപുത്രന്റെ പ്രവൃത്തിയിൽ അനിഷ്ടം തോന്നി. കാരണം നീചകർമ്മം എല്ലാവരാലും നിന്ദിക്കപ്പെടുന്നത് തന്നെയാണല്ലോ. മാതാവായ പാഞ്ചാലിക്ക് പുത്രന്മാരുടെ മരണം സഹിക്കാൻ കഴിഞ്ഞില്ല. അവൾ വാവിട്ടു കരഞ്ഞു. ബഹളം കേട്ട് അർജുനൻ ഓടിയെത്തി. തളർന്നു വീണു കിടക്കുന്ന പത്നിയെ എഴുന്നേൽപ്പിച്ചിരുത്തി ആശ്വസിപ്പിച്ചു. ദുഷ്ടനായ ബ്രാഹ്മണാധമനോട് പ്രതികാരം ചെയ്യുമെന്ന് ഉഗ്രശബ്ദം ചെയ്തു. അസ്ത്രം കയ്യിലേന്തി നീചകർമ്മം ചെയ്ത ദ്രോണപുത്രന്റെ ശിരസ് ഗാണ്ഡീവത്തിൽ നിന്നും തൊടുത്തുവിട്ട അസ്ത്രങ്ങളാൽ എയ്തു വീഴ്ത്തി പാഞ്ചാലിയുടെ മുമ്പിൽ സമർപ്പിക്കും. ആ ശിരസിലിരുന്ന് നീ പുത്രസംസ്കാരം ചെയ്യാൻ ഇടയാകട്ടെ. അപ്പോൾ ഞാൻ നിന്റെ ശോകാശ്രുക്കൾ തുടച്ച് ആശ്വാസമേകും. അർജുനൻ വില്ലെടുത്ത് തേരിലേറി. കൂട്ടായി ശ്രീകൃഷ്ണനും സൂതനും. മൂവരും ദ്രോണസുതന്റെ നേരെ കുതിച്ചു. ബ്രാഹ്മണൻ പ്രാണരക്ഷാർത്ഥം ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചു. കുതിര തളർന്നു. അഭയം നൽകാൻ ആരും എത്തിയില്ല. വിപ്രൻ ക്ഷീണിച്ചു. എന്തു ചെയ്യണമെന്നറിയാതെ പകച്ചു. ഉപസംഹരിക്കാൻ അറിയില്ലെങ്കിലും സ്വരക്ഷയ്ക്കു വേണ്ടി ബ്രഹ്മാസ്ത്രം പ്രയോഗിച്ചു. ശക്തിയേറിയ ആ ദിവ്യാസ്ത്ര തേജസ്സിനെ നേരിടാൻ മറ്റൊരു ബ്രഹ്മാസ്ത്രത്തിനു മാത്രമേ കഴിയൂ എന്നും ഉടൻ പ്രയോഗിക്കണമെന്നും ശ്രീകൃഷ്ണൻ നിർദ്ദേശിച്ചു. അതുപ്രകാരം ഫൽഗുനൻ ബ്രഹ്മാസ്ത്രം തൊടുത്തുവിട്ടു. 2 അസ്ത്രങ്ങളും പരസ്പരം ജ്വലിക്കാൻ തുടങ്ങി. കൂട്ടിമുട്ടിയാൽ പ്രളയാഗ്നിയും സൂര്യനും ഒന്നിച്ചു ചേർന്നുണ്ടായ അഗ്നിപർവ്വതം പോലെ സർവനാശം സംഭവിക്കും. ദേവകൾ ഭയന്ന് കണ്ണും ചിമ്മി നിന്നു. അത്യാഹിതം കാണാൻ അവർ ശക്തരല്ല. എന്തു ചെയ്യണം? പാർത്ഥൻ ഹരിയോട് ആരാഞ്ഞു. ദിവ്യാസ്ത്രങ്ങൾ 2ഉം ചേർത്ത് ഉപസംഹരിക്കുക. ജ്വാല ഏറ്റ് ലോകം നശിക്കാതിരിക്കട്ടെ. അർജുനന്റെ കണ്ണുകൾ രൗദ്രഭാവം പൂണ്ടു തുടുത്തു. ഭഗവാന്റെ അഭിപ്രായം മാനിച്ച് പാർത്ഥൻ 2 ദിവ്യാസ്ത്രങ്ങളെയും ഒന്നിച്ച് ഉപസംഹരിച്ചു. കോപാകുലനായി അശ്വത്ഥാമാവിനെ കയറുകൊണ്ട് ചുറ്റിവരിഞ്ഞ് കെട്ടിയിട്ടു. ബ്രാഹ്മണാധമൻ കരുണ അർഹിക്കാത്തവനാണ്. ഉറങ്ങുന്ന കുഞ്ഞുങ്ങളെ നിർദ്ദയം കൊന്ന ദുഷ്ടനാണ്. അതുകൊണ്ട് കൊല്ലാതെ കൊല്ലുന്നതാണ് ഉത്തമം. ബന്ധിച്ച ഗുരുപുത്രനെ കൂടാരത്തിൽ പാഞ്ചാലിയുടെ മുമ്പിലെത്തിച്ചു. അറിഞ്ഞുകൊണ്ടാണെങ്കിലും അല്ലെങ്കിലും അർജുനൻ ചെയ്ത പ്രവൃത്തി ധർമ്മവിധി പ്രകാരം ന്യായമായതിനാൽ ശ്രീകൃഷ്ണന്റെ മനസ്സിൽ പാർത്ഥനോടുള്ള മതിപ്പ് വർദ്ധിച്ചു. മദ്യലഹരിയിലായവനെയും ബോധമില്ലാതെ കിടക്കുന്നവനെയും ഭ്രാന്തനെയും ഉറങ്ങുന്നവനെയും സ്ത്രീകളെയും രഥം തകർന്നവനെയും ശത്രുവാണെങ്കിൽ പോലും വധിക്കരുത് എന്നാണ് വിധി. തലയിട്ടു കിടക്കുന്ന മക്കളുടെ ജഡം കെട്ടിപ്പിടിച്ച് കരയുന്ന പാഞ്ചാലി ബന്ധനസ്ഥനായ ഗുരുപുത്രനെ കണ്ടപ്പോൾ എഴുന്നേറ്റ് വിനീതയായി നമസ്കരിച്ചു. ഗുരുപുത്രനെ ബന്ധിച്ചു കൊണ്ടുവന്നത് കണ്ടു നിൽക്കുവാൻ പാഞ്ചാലിക്കായില്ല. അവൾ പതിയോട് ഗുരുപുത്രനെ മോചിപ്പിക്കുവാൻ ആവശ്യപ്പെട്ടു. അർജുനൻ ദിവ്യാസ്ത്രങ്ങൾ പ്രയോഗിക്കാനും ഉപസംഹരിക്കാനും പഠിച്ചത് ഗുരുവായ ദ്രോണരുടെ അനുഗ്രഹം കൊണ്ടാണ്. അതുകൊണ്ട് ഗുരുവിൻ്റെ സ്ഥാനം ഗുരുപുത്രനും നൽകണം. ദ്രോണരുടെ പത്നിയായ കൃപി ജീവിച്ചിരിക്കുമ്പോൾ അവർക്ക് ഒരിക്കലും എൻ്റെ ഗതി ഉണ്ടാകാതിരിക്കട്ടെ.
താൻ മക്കളെ ഓർത്ത് ദുഃഖിക്കുന്നത് പോലെ ഗുരുപത്നിക്കും കണ്ണുനീർ ഒഴുകാൻ ഇടയാകരുത്. പാഞ്ചാലി തൻ്റെ നനഞ്ഞ കണ്ണുകൾ തുടച്ചുകൊണ്ട് പാർത്ഥനോട് അപേക്ഷിച്ചു. ധർമ്മവും കരുണയും നിറഞ്ഞ പാഞ്ചാലിയുടെ ഉത്കൃഷ്ടമായ വാക്കുകളെ ധർമ്മപുത്രർ അഭിനന്ദിച്ചു. പക്ഷേ ജ്യേഷ്ഠന്റെ വാക്കുകൾ കുപിതനായ ഭീമസേനന് രുചിച്ചില്ല. നിരപരാധികളായി ഉറങ്ങുന്ന കുട്ടികളെ വധിച്ചത് ന്യായീകരിക്കുന്നത് പാപമാണ്. ശിക്ഷ അനുഭവിച്ചേ തീരൂ. ഭീമസേനൻ തറപ്പിച്ചു തന്നെ അഭിപ്രായം പറഞ്ഞു. ഭീമന്റെയും പാഞ്ചാലിയുടെയും വാക്കുകൾ ശ്രദ്ധിച്ചുകൊണ്ട് ഭഗവാൻ അർജുന ശപഥത്തിന് ഭംഗം വരുത്താതെ പുത്രഘാതകനെ ശിക്ഷിക്കാനുള്ള മാർഗം കണ്ടെത്തി. അർജുനൻ വാളെടുത്ത് ദ്രോണപുത്രന്റെ മുടിയറുത്തു. ശിരസ്സിലുള്ള രത്നം കൈക്കലാക്കി അയാളെ കൂടാരത്തിൽ നിന്നും പുറത്താക്കി. തല മൊട്ടയടിക്കൽ, സ്വത്ത് പിടിച്ചെടുക്കൽ, ബാലവധത്തിലൂടെ ഉണ്ടായ തേജോവധം എന്നിവയാണ് വിധിപ്രകാരം ബ്രാഹ്മണർക്കുള്ള ശിക്ഷകൾ. ശരീരദ്രോഹത്തേക്കാൾ വലുതാണ് ബ്രാഹ്മണന് തേജസ് നഷ്ടപ്പെട്ട അവസ്ഥ. പാണ്ഡവന്മാരും പാഞ്ചാലിയും പുത്രശോകാർത്തരായി മരണാനന്ത ക്രിയകൾ നിർവഹിച്ചു. കാലഗതി തടയാൻ മനുഷ്യനോ മറ്റു ജീവികൾക്കോ കഴിയില്ല. മഹാഭാരത യുദ്ധത്തിനു ശേഷം പുത്രദുഃഖത്താൽ വിഷമിക്കുന്ന ധൃതരാഷ്ട്രർ തുടങ്ങിയ എല്ലാ ബന്ധുക്കളെയും കൂട്ടിക്കൊണ്ട് ശ്രീകൃഷ്ണൻ മരിച്ചവർക്കു വേണ്ടി ഉദകക്രിയ ചെയ്യിക്കാൻ ഗംഗാതടത്തിലേക്ക് പോയി. പാപം കഴുകിക്കളയാൻ ഒരുങ്ങി. ഗംഗാനദി ആരോടും പക്ഷപാതമില്ലാതെ ശാന്തമായിട്ടൊഴുകുന്നു. പാപഭാരം കണക്കിലെടുത്ത് ദിവസങ്ങൾ നീണ്ടുനിൽക്കുന്ന കർമ്മങ്ങൾക്കായി പലരും പലനാൾ മുങ്ങിക്കുളിച്ചു. പാപപരിഹാർത്ഥം പ്രാർത്ഥിച്ചു. കുതന്ത്രങ്ങളാൽ അപഹരിക്കപ്പെട്ട തൻ്റെ രാജ്യം വാഴുവാൻ ധൃതരാഷ്ട്രർ ധർമ്മപുത്രരോട് അപേക്ഷിച്ചു. രാജാവ് ചെയ്യേണ്ട കർത്തവ്യപാലനത്തെപ്പറ്റി മഹാമുനികൾ പാണ്ഡവരെ ഉപദേശിച്ചു. രാജ്യഭരണം ഏറ്റെടുത്ത് അശ്വമേധയാഗം ചെയ്ത് ശ്രേയസ് വർദ്ധിപ്പിക്കാനും പാപങ്ങൾക്ക് പരിഹാരം കാണാനും വ്യാസൻ മുതലായ ശ്രേഷ്ഠമുനികൾ നിർദ്ദേശിച്ചു. പാണ്ഡവർ ഹസ്തിനപുരിയിലേക്കും ശ്രീകൃഷ്ണനും സാത്യകിയും ഉദ്ധവരും ദ്വാരകയിലേക്കും യാത്ര തിരിച്ചു. അപ്പോൾ അവരുടെ മുന്നിലേക്ക് ഒരു സ്ത്രീ ഓടി വന്നു. അഭിമന്യുവിൻ്റെ ഭാര്യ ഉത്തരയായിരുന്നു അത്. ഭഗവാനെ രക്ഷിച്ചാലും, അതാ ജ്വലിച്ചുകൊണ്ട് ഒരമ്പ് എൻ്റെ നേർക്ക് പാഞ്ഞു വരുന്നു. അത് എൻ്റെ ജീവൻ കവർന്നോട്ടെ, പക്ഷേ വയറ്റിലുള്ള എൻ്റെ കുഞ്ഞിനെ കാത്തരുളേണേ. ഭയന്നു കരഞ്ഞുകൊണ്ട് ഉത്തര ശ്രീകൃഷ്ണനോട് അപേക്ഷിച്ചു. ശ്രീകൃഷ്ണന് കാര്യം മനസ്സിലായി. ദ്രോണപുത്രന്റെ പ്രതികാരം വംശനാശത്തിന് വഴിയൊരുക്കുകയാണ്. കൂടാതെ പാണ്ഡവരുടെ നേർക്കും അസ്ത്രം പുറപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു. ഭഗവാൻ സുദർശനം കയ്യിലെടുത്തു. അശ്വത്ഥാമാവ് ഭയാക്രാന്തനായി ഹരിയുടെ തൃപ്പാദങ്ങളിൽ വീണു കരുണയ്ക്കു വേണ്ടി യാചിച്ചു. അപ്പോഴേക്കും പാണ്ഡവരുടെ നേർക്കും ദിവ്യാസ്ത്രം പാഞ്ഞെടുത്തു. ഭഗവാൻ സുദർശന ചക്രം അയച്ച് അസ്ത്രങ്ങൾ ഛേദിച്ച് പാണ്ഡവരെ രക്ഷിച്ചു. അതിനുശേഷം ശ്രീകൃഷ്ണൻ യോഗശക്തി കൊണ്ട് ഉത്തരയുടെ ശരീരത്തിൽ കടന്ന് ഗർഭത്തെ മറച്ച് വംശനാശം തടഞ്ഞു. ബ്രഹ്മാസ്ത്രം വൈഷ്ണവ തേജസ്സുമായി ചേർന്നപ്പോൾ എല്ലാം മംഗളമായി പര്യവസാനിച്ചു. കുന്തിയും പാണ്ഡവരും പാഞ്ചാലിയും നന്ദിപൂർവ്വം ഭഗവാനെ സ്തുതിച്ചു വണങ്ങി. പക്ഷേ താൻ വരുത്തിവെച്ച ഹിംസാദോഷം യജ്ഞങ്ങൾ കൊണ്ട് പരിഹരിക്കാൻ കഴിയില്ലെന്ന് അപ്പോഴും ധർമ്മപുത്രർ വിശ്വസിച്ചു. ഹരേ കൃഷ്ണ. ഇനി നാളെ നമുക്ക് അടുത്തൊരു കഥയുമായിട്ട് കാണാം. ഹരേ കൃഷ്ണ.